ഹായ് മക്കളെ, അങ്ങനെ +1 തുടങ്ങിയിട്ട് ഏകദേശം 2-3 ആഴ്ചയായില്ലേ. ആൻഡ് ഇപ്പോൾ +1 കുട്ടികളെ ഏറ്റവും വലിയ കംപ്ലൈൻറ്റ് എന്താണെന്നറിയോ? സാർ പഠിപ്പിക്കുന്നൊന്നും മനസ്സിലാവുന്നില്ല എന്നുള്ളത്. ആൻഡ് ഇങ്ങനെ എന്നെ വിളിക്കുന്ന കുട്ടികളോട് ഞാനിങ്ങനെ ചോദിക്കും, എടാ മോളെ എന്താ നിനക്ക് മനസ്സിലാവാത്തത്? അപ്പോൾ അവർ പറയുന്ന ചില കാര്യങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഫിസിക്സിലെ ഫസ്റ്റ് പാഠം യൂണിറ്റ്സ് ആൻഡ് മെഷർമെൻറ്റ് എന്നുള്ള പാഠത്തിൽ സാറേ ഡിറൈവ് എന്ത് ചെയ്യാൻ ആ ഡയമെൻഷനൽ ഫോർമുല ഡിറൈവ് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ ഞാൻ ചോദിക്കട്ടെ, ടീച്ചർ ക്ലാസ് ചെയ്യുമ്പോൾ മനസ്സിലാവുന്നുണ്ട്, പക്ഷേ എനിക്ക് സ്വന്തമായിട്ട് ചെയ്യാൻ പറ്റുന്നില്ല. എന്താ റീസൺ ചോദിക്കുമ്പോഴോ അത് നമ്മൾ ഈ എന്തിട്ട് സാറേ ഈ m⁴ പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും കമ്പയർ ചെയ്യുമ്പോൾ എനിക്കത് ശരിയാവുന്നില്ല. അപ്പം ശരിക്കും എന്താ സംഭവിക്കുന്നത്? m⁴ l⁴ എന്നൊക്കെ പറഞ്ഞ് ഇത് ചെയ്യുമ്പോൾ എന്താണ് ഈ എയും a+b ഒന്നും കണ്ടുപിടിക്കാൻ കുട്ടിക്ക് പറ്റുന്നില്ല. റീസൺ എന്താ? അത് +1 പഠിക്കേണ്ട കാര്യമല്ലായിരുന്നു. അത് 9ാം ക്ലാസ്സിൽ വിശദമായിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, നമ്മൾ ടെക്സ്റ്റ് ബുക്ക് പഠിപ്പിച്ചിട്ടുണ്ട്. 2 വേരിയബിൾസ് വെച്ച് എങ്ങനെ സോൾവ് ചെയ്യുക എന്നുള്ളത് അതറിയാത്തതാണ്. ഇതേപോലെ സാറേ ട്രിഗ്നോമെട്രി എന്താണ് ക്ലാസ്സിൽ എടുക്കുമ്പോൾ എനിക്കൊക്കെ മനസ്സിലാവുന്നുണ്ട്, പക്ഷെ എന്താ ഹോംവർക്ക് തരുമ്പോൾ അല്ലെ ടെക്സ്റ്റ് ബുക്കിലെ ചോദ്യം സ്വന്തമായി ചെയ്യാൻ നോക്കുമ്പോൾ എന്താ സ്റ്റക്കായി പോകുന്നു. കാരണം എന്താ? ട്രിഗ്നോമെട്രി ശരിക്കും ഫ്രം സ്ക്രാച്ച് എന്ത് ചെയ്യുന്നുണ്ട് +1 പഠിപ്പിക്കുന്നത്. എന്താണ് സൈൻ, എന്താ കോസ് മുതൽ എന്ത് ചെയ്യുന്നുണ്ട് +1 പഠിപ്പിക്കുന്നുണ്ട്. ഈവൻ 10ാം ക്ലാസ്സിൽ കുറച്ചൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ടെങ്കിലും. പക്ഷെ പ്രോബ്ലം എന്താ? ഓൾജിബ്ര കൃത്യമായി അറിഞ്ഞാലേ അത് പലതും ചെയ്യാൻ പറ്റുള്ളൂ. അങ്ങനെ എന്താണ് ഇന്ന് നിങ്ങൾക്ക് +1 മനസ്സിലാവുന്നില്ല എന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു 70% എന്താണ് നിങ്ങളുടെ ഫൗണ്ടേഷൻ ശരിയില്ല. എസ്പെഷ്യലി മാത്സിൻ്റെ ബേസിക്സ് നിങ്ങൾ സ്ട്രോങ് അല്ലാത്തതുകൊണ്ടാണ്. ഒരു കാര്യം ഞാൻ നിങ്ങളോട് പറഞ്ഞുതരാം. കഴിഞ്ഞ കുറേ വർഷത്തെ എൻ്റെ ഒരു എക്സ്പീരിയൻസ് വെച്ച് പറയാണ്, നിങ്ങൾ ശരിക്കും സ്ട്രഗിൾ ചെയ്യും മാത്സ് ബേസിക്സ് ഇല്ലെങ്കിൽ. അങ്ങനെ നിങ്ങൾ സ്ട്രഗിൾ ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത്. അതായത് നിങ്ങൾക്ക് +1 ആവശ്യമുള്ള മുഴുവൻ മാത്സ് ബേസിക്സും ഒരൊറ്റ വീഡിയോ ആയിട്ട് നമ്മൾ ഇതിൽ പറയാൻ പോവാം. ഇവിടെ എന്തൊക്കെ നമ്മൾ കവർ ചെയ്യുന്നുണ്ട്? ഏറ്റവും ബേസിക് ആയിട്ടുള്ള നെഗറ്റീവ് നമ്പേഴ്സ്, ഫ്രാക്ഷൻസ്, ഡിവിസിബിലിറ്റി ടെസ്റ്റ്, ഡെസിമൽസ്, എക്സ് കണ്ടുപിടിക്കൽ, x&y കണ്ടുപിടിക്കൽ, പിന്നെ എക്സ്പോണൻസ് ഒക്കെയാണ് നിങ്ങൾക്ക് ആ യൂണിറ്റ്സ് ആൻഡ് മെഷർമെൻറ്റിൽ ഏറ്റവും വലിയ പ്രോബ്ലം വരുന്നത്. ഓക്കെ, അപ്പോൾ ഇത് മുഴുവൻ നിങ്ങൾ എന്താണ് അങ്ങോട്ട് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പിന്നെ മാത്സ് ബേസിക്സിൻ്റെ ഒരു പ്രശ്നം ഉണ്ടാവില്ല. ഈ വീഡിയോ എത്ര ഡ്യൂറേഷൻ ഉണ്ട് എനിക്കറിയില്ല കേട്ടോ. ഒരു 1.25 മണിക്കൂറാണ് എറൗണ്ട് ഞാൻ പ്രതീക്ഷിക്കുക. നമുക്ക് നോക്കാം എത്ര ഉണ്ടാവും എന്നുള്ളത്. പക്ഷെ ഇതിലെ ഓരോ ടോപ്പിക്ക് കഴിയുമ്പോഴും എന്തുണ്ട് നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാനുള്ള ക്വസ്റ്റ്യൻസ് കൂടെ നമ്മൾ ഒരു ടോപ്പിക്ക് ആയിട്ട് ഒരു 10 ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് തരും. അത് ചെയ്ത് അതിൻ്റെ ആൻസറൊക്കെ ഇവിടെ തന്നെ ഉണ്ടാവും. അത് ചെയ്തിട്ട് മാത്രമേ എന്ത് ചെയ്യാവുള്ളൂ നിങ്ങൾ നെക്സ്റ്റിലേക്ക് പോവുള്ളൂ. ഇവിടെ മറ്റൊരു കാര്യം കൂടെ പറയാം. ചിലപ്പോൾ നിങ്ങൾക്ക് നെഗറ്റീവ് നമ്പേഴ്സ് അറിയായിരിക്കും, അതേപോലെ ഡെസിമൽസ് അറിയാം. അപ്പോൾ ആ വീഡിയോ എന്ത് ചെയ്യേണ്ടത് നിങ്ങൾ കാണണ്ട, സ്കിപ്പ് ചെയ്യാം. എങ്ങനെ സ്കിപ്പ് ചെയ്യാം? ഇതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ടൈം സ്റ്റാമ്പ് കൊടുത്തിട്ടുണ്ട് ഓരോ ടോപ്പിക്കിൻ്റെയും. ആ ടോപ്പിക്കുകൾ എന്ത് ചെയ്യാം അത് മാത്രം നിങ്ങൾ കണ്ടാൽ മതി. പക്ഷേ ഒരു ടോപ്പിക്ക് നിങ്ങൾ കാണുകയാണെങ്കിൽ ഉറപ്പായിട്ടും എന്ത് ചെയ്യണം, അതിൻ്റെ ക്വസ്റ്റ്യൻസും കൂടെ നിങ്ങൾ ചെയ്യണം. ഇത്രയും നല്ല റിസോഴ്സസ് ഒരു സ്ഥലത്തും നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നില്ല. ഉറപ്പായിട്ടും നിങ്ങളിത് മാക്സിമം ഉപയോഗപ്പെടുത്തണം എന്ന് മാത്രമല്ല ഇപ്പം തന്നെ നിങ്ങളെ ക്ലാസ് ഗ്രൂപ്പിൽ, അൺഒഫീഷ്യൽ ഗ്രൂപ്പിൽ ഇതങ്ങോട്ട് ഷെയർ ചെയ്യണം. പിന്നെ നിങ്ങൾക്ക് ആർക്കും മനസ്സിലാവുന്നില്ല എന്നുള്ള പ്രശ്നം 100% ബേസിക്സ് ഉണ്ടാകുമെന്ന് ഞാൻ പറയുന്നില്ല കേട്ടോ. ശരി, 75% നിങ്ങൾക്ക് സോൾവ് ആവും നിങ്ങൾ ക്ലാസ്സിലും കൂടെ ശ്രദ്ധിക്കുകയാണെങ്കിൽ. അപ്പോൾ എന്ത് ചെയ്യാം, നമുക്ക് തുടങ്ങാം അല്ലേ. പിന്നെ വേറൊരു കാര്യം കൂടെ, വളരെ ക്വിക്കായിട്ടാണ് ഓരോന്നും ഞാൻ പഠിപ്പിക്കുക. അതായത് ഒരു പിന്നെ എന്താ പറയുക, ഈ 6ാം ക്ലാസ്സിലും 7ാം ക്ലാസ്സിലൊക്കെ പഠിക്കേണ്ട കാര്യം കുറച്ചും കൂടെ വലിയ ക്ലാസ്സിൽ നിങ്ങൾ പഠിക്കുമ്പോൾ നിങ്ങൾക്ക് ഈസിലി കത്തൂലേ. ഇപ്പോൾ 2 നമ്പർ കൂട്ടുന്നത് നമ്മൾ 1ാം ക്ലാസ് പഠിപ്പിച്ചോലെ നിങ്ങൾ പഠിപ്പിക്കണ്ടല്ലോ. അതേപോലെ തന്നെയാണ് എന്ത് ചെയ്യുക, പഠിപ്പിക്കുക. പക്ഷെ നിങ്ങൾക്ക് മനസ്സിലാവുന്നതാണ്, ഭയങ്കര കോൺസെപ്ച്വൽസും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. ഓക്കെ, റൈറ്റ്. ഏറ്റവും തുടക്കത്തിൽ തന്നെ നെഗറ്റീവ് നമ്പേഴ്സ് എന്ത് ചെയ്യാം, നമ്മൾ അഡിഷനും സബ്ട്രാക്ഷനും ഫസ്റ്റ് നോക്കാം. അതാ 2 നെഗറ്റീവ് നമ്പേഴ്സ് ആഡ് ചെയ്യുന്ന സമയത്ത് ഫസ്റ്റ് നമ്മൾ പഠിക്കുന്നത് 2ൻ്റെയും ഒരേ സൈൻ ആണെങ്കിൽ എങ്ങനെ ആഡ് ചെയ്യും എന്നുള്ളതാണ്. 2ൻ്റെ ഒരേ സൈൻ, ഉദാഹരണത്തിന് എന്താണ് -4 + -5. അതായത് ഇതിലും നെഗറ്റീവാണ്, ഇതും നെഗറ്റീവാണ്, രണ്ടും ഒരേ സൈൻ അല്ലേ. അങ്ങനെയാണ് നിങ്ങൾ ഒന്നും നോക്കേണ്ട ആവശ്യമില്ല. ആദ്യം ആ 2 നമ്പേഴ്സ് ആഡ് ചെയ്യുക, സൈനിനെ കുറിച്ചൊന്നും ബേജാറാവാതെ. എന്താണ് 4 + 5 എന്താ 9 ആണ് അല്ലേ. എന്നിട്ട് എന്ത് ചെയ്താൽ ഈ 2 നമ്പേഴ്സിനും കോമൺ ആയിട്ടുള്ള സൈൻ ആയിട്ടുള്ള നെഗറ്റീവ് അങ്ങോട്ട് -9. ഇതാണ് റൂൾ. ഇതേ റൂളാണ് എന്ത് ചെയ്യുന്നത് നമ്മൾ എന്ത് ചെയ്യുന്നത് 5 + 3 ഉപയോഗിക്കുന്നത്. നോക്കുകയാണെങ്കിൽ രണ്ടും പോസിറ്റീവാണ്. അപ്പം നമ്മൾ സൈനൊന്നും നോക്കാതെ 5 + 3 എന്ത് ചെയ്യും 8 എന്ന് കൊടുക്കും. പോസിറ്റീവ് ആയതുകൊണ്ട് അതിന് സൈൻ ഒന്നും ഇടില്ല. ഈ റൂൾ എന്താണ് 5 + 3 അപ്ലിക്കബിളാണ്. ഇതാണ് അഡിഷൻ്റെ സെയിം സൈനുള്ള അഡിഷൻ്റെ റൂൾ. മനസ്സിലായല്ലോ. ഒരേ സൈൻ ആണെങ്കിൽ 2 നമ്പർ അങ്ങോട്ട് ആഡ് ചെയ്യുക,
എന്നിട്ട് ആ കോമൺ ആയിട്ടുള്ള സൈൻ അങ്ങ് ഇട്ട് കൊടുക്കുക. റെഡിയാണല്ലോ? അങ്ങനെയാണെങ്കിൽ കുറച്ച് ക്വസ്റ്റ്യൻ ചെയ്യാം. വേഗം ചെയ്തോ. -10 + -25 രണ്ടും മൈനസ് ആണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? 10 + 25 35 ആണ്. കോമൺ ആയിട്ടുള്ള മൈനസ് ഇടും. 28 + 2 രണ്ടും പോസിറ്റീവ് ആണ്. 30 ഇടും. പോസിറ്റീവ് സൈൻ നമ്മൾ സാധാരണ ഇടാറില്ല അല്ലേ? +30 എന്ന് എഴുതുന്നതിന് കുഴപ്പമില്ല, പക്ഷെ സാധാരണ നമ്മളത് ഇടാറില്ല. -28 + -2 -28 + -2 എന്ന് പറയുമ്പോൾ എന്താ? 28 + 2 30 ആണ്. മൈനസ് ആണ്, കോമൺ -30. 10 + 25 സിമ്പിൾ അല്ലേ? 35. ഇതാണ്. അപ്പം എന്താ? ഒരു റൂൾ പഠിച്ചു. അപ്പം നിങ്ങൾ ചോദിക്കും എന്ത് സാറേ ഓപ്പോസിറ്റ് സൈൻ ആയാലും എന്താ ചെയ്യുക? ഓപ്പോസിറ്റ് സൈൻ ആകുമ്പോൾ എന്താ സംഭവിക്കുക? -4 + 2 അല്ലെങ്കിൽ എന്താണ് 2 + -5 അല്ലേ? ഈ രണ്ട് കേസുകളല്ലേ വരും ഓപ്പോസിറ്റ് സൈൻ ആകുമ്പോൾ. ഓപ്പോസിറ്റ് സൈൻ ആകുമ്പോൾ നിങ്ങൾ ആദ്യം ഇത് നെഗറ്റീവാണ്, ഇത് പോസിറ്റീവ്, അപ്പോൾ ഓപ്പോസിറ്റ് സൈനാണ് അല്ലേ? അപ്പം എന്ത് ചെയ്യുക? വലുതെന്ന് ചെറുത് കുറക്കുക, സൈനൊക്കെ മാറ്റി വെച്ച്. അപ്പം എന്താ? വലുത് ഇവിടെ 4 ആണ്, ചെറുത് 2 ആണ്. വലുതെന്ന് ചെറുത് കുറച്ചാൽ 4 - 2 എത്രയാടാ? 2 ആണ്. എന്നിട്ട് വലുതിൻ്റെ സൈൻ ഇടുക. അപ്പം എന്താ ആൻസർ? -2 ആണ്. അതായത് -4 + 2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ -2 ആണ്. അങ്ങനെയാണ് ഇതിൻ്റെ ആൻസർ നിങ്ങളൊന്ന് സ്വന്തമായിട്ട് കണ്ടുപിടിച്ചേടാ. 2 + -5 2 + -5 എന്താ വരിക? ഇത് നെഗറ്റീവാണ്, ഇത് പോസിറ്റീവാണ്, ഓപ്പോസിറ്റ് സൈനാണ്. അപ്പം എന്ത് ചെയ്യും? വലുതിന്ന് ചെറുത് കുറക്കും. 5 - 2 എത്രയാ? 3 ആണ്. എന്നിട്ടോ വലുതിൻ്റെ സൈൻ കൊടുക്കും -3. ഇതാണ് റൂൾ. ക്ലിയർ അല്ലേ? അപ്പം എന്ത് ചെയ്യുക? ക്വസ്റ്റ്യൻസ് വന്നോട്ടെ. -4 + 3 എന്താ ചെയ്യുന്നത്? -4 + 3 അപ്പം എന്താ? വലുതിന്ന് ചെറുത് കുറക്കുന്നു. 4 - 3 1 ആണ് വലുതിൻ്റെ സൈൻ -8. +5 + -8 +5 + -8 അപ്പം എന്ത് വരും? ഇതാണ് വലുത്. 8 - 5 3 ആണ്. 8ൻ്റെ ചിഹ്നം -3. +6 + -2 6 + -2 +6 എന്ന് എഴുതിയ രസമില്ലേ? 6 + -2 ഇങ്ങനെ വരുമ്പോഴോ വലുതെന്ന് ചെറുത് 6 എന്ന് 2 കുറച്ചാൽ 4 ആണ്. 6ൻ്റെ സൈൻ വലുതിൻ്റെ സൈൻ അപ്പോൾ +4 തന്നെയാണ്. -7 + 7 ഇതിൽ വലുതും ചെറുതൊന്നുമില്ല, പക്ഷെ എന്താ ഏതെങ്കിലും ഒന്ന് വലുതെടുത്താൽ 7 - 7 0 ആണ് ആൻസർ. ഓക്കെ, ഇതാണ് എന്തുള്ളത്? അഡിഷൻ്റെ റൂൾ. ഇത്രേ അഡിഷൻ്റെ റൂൾ ഉള്ളൂ. പക്ഷെ നിങ്ങൾ വിചാരിക്കും ഇത് ഇപ്പം സിമ്പിളാണ്. ഇത് മറന്നു പോകാതിരിക്കാൻ എന്ത് ചെയ്യണം? നിങ്ങൾ കുറേ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യണം കേട്ടോ. ആ പ്രാക്ടീസ് ചെയ്യാനുള്ള ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ഈ ടോപ്പിക്ക് കഴിയുമ്പോൾ മൾട്ടിപ്ലിക്കേഷനും ഡിവിഷനും സബ്ട്രാക്ഷനും കൂടെ സബ്ട്രാക്ഷനും മൾട്ടിപ്ലിക്കേഷനും ഡിവിഷനും പഠിപ്പിച്ചതിന് ശേഷം എന്ത് ചെയ്യാം? ഞാൻ പറഞ്ഞുതരാം കേട്ടോ. അല്ല, നിങ്ങൾക്ക് ചെയ്യാൻ തരും. അപ്പോൾ അത് ചെയ്യൽ നിർബന്ധം കേട്ടോ. അതായത് നിങ്ങൾ അഡിഷൻ ഒന്നും മറന്നു മാത്രമെന്ന് വെച്ചാൽ കഴിഞ്ഞ 10-12 കൊല്ലമായിട്ട് ചിലപ്പോൾ നിങ്ങളത് ചെയ്തുകൊണ്ടേ ഇരിക്കുന്നുണ്ടാവും അല്ലേ? 8-9 കൊല്ലമായിട്ട് എന്ത് ചെയ്യുന്നുണ്ടാവും? നിങ്ങളത് ചെയ്തുകൊണ്ടിരിക്കും. അതാണ് മറന്നു പോകാത്തത്. അതേപോലെ എന്ത് ചെയ്യണം? കുറച്ചെണ്ണം നിങ്ങൾ ഇവിടെ ചെയ്ത് സെറ്റാക്കുക. എന്നിട്ട് നിങ്ങളെ പരീക്ഷയിൽ ക്ലാസ്സിലൊക്കെ കാണുന്ന എല്ലാ സാധനവും എന്ത് ചെയ്താൽ മതി? നിങ്ങൾ പഠിച്ചാൽ മതി. ഓക്കെ, അപ്പോൾ എന്ത് ചെയ്യാം? നമുക്ക് അടുത്തതായിട്ട് സബ്ട്രാക്ഷനിലേക്ക് കിടക്കാം അല്ലേ? സബ്ട്രാക്ഷൻ ശരിക്കും 2 സ്റ്റെപ്പാണ്. ആദ്യത്തെ സ്റ്റെപ്പിൽ എന്താണെന്ന് വെച്ചാൽ ഈ സബ്ട്രാക്ഷൻ എന്ത് ചെയ്യണം? നമ്മൾ അഡിഷൻ ആക്കണം. പിന്നെയോ അഡിഷൻ്റെ നമ്മൾ നേരത്തെ പറഞ്ഞ റൂൾ ഉപയോഗിച്ച് ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ എങ്ങനെയാ? ഇപ്പോൾ ഉദാഹരണത്തിന് -4 - -2 ഇതാണ് സാധനം. കാണുമ്പോൾ തന്നെ ചില ആൾക്കൊക്കെ ബേജാറാകുന്നുണ്ടാവും അല്ലേ? ചെയ്യാൻ എന്താ വെച്ചാൽ, അതായത് നമുക്ക് എന്തുണ്ട്? ഇവിടെ ഒരു സബ്ട്രാക്ഷൻ ചിഹ്നമുണ്ട് അല്ലേ? നമ്മൾ ആദ്യം എന്ത് ചെയ്യണം എന്ന് വെച്ചാൽ അത് പ്ലസ് ആക്കണം. അതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. ഈ -4 അങ്ങനെ തന്നെ, ഈ -4 അങ്ങനെ തന്നെ, ഈ മൈനസ് എന്ത് ചെയ്തു? ഞാൻ പ്ലസ് ആക്കി. അപ്പം ചുമ്മാ ഒരു സാധനം പ്ലസ് ആക്കുമ്പോൾ എന്താ തോന്നിയാസല്ലേ? അല്ലെങ്കിൽ ഉത്തരം തെറ്റൂല അല്ലേ? മൈനസ് പ്ലസ് ആക്കിയ പിന്നെ അതിന് എന്താ അർത്ഥമല്ലേ? പക്ഷെ ഇത് പ്ലസ് ആക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഇതിൻ്റെ തൊട്ടടുത്ത നമ്പർ ഏതാണോ അതിൻ്റെ സൈന് നേരെ ഉൾട്ടയാക്കണം. ഇത് -2 അല്ലേ? ഇത് -2 അല്ലേ? അപ്പം എന്ത് ചെയ്യണം? അതിൻ്റെ സൈൻ എന്താക്കി മാറ്റണം? +2 ആക്കി മാറ്റണം. അതായത് ഇവിടുത്തെ മൈനസ് ഇവിടെ പ്ലസ് ആകുമ്പോൾ നമ്മൾ എന്ത് ചെയ്തു? ഇതിൻ്റെ സൈന് മൈനസ് എന്ന് നമ്മൾ മാറ്റി പ്ലസ് ആക്കി. ഇപ്പം എന്തായി? -4 + 2 നേരത്തെ പഠിച്ച സാധനമാണ്. എന്താ? ഓപ്പോസിറ്റ് സൈനാണ്. അപ്പോൾ വലുതെന്ന് ചെറുത് കുറക്കുന്നു. 4ൽ നിന്നും 2 കുറച്ചാൽ 2 ആണ്. 4ൻ്റെ സൈന് -2 ഇടുന്നു. ഇതാ ലോജിക്ക്. ഇനി ഒരു സാധനങ്ങൾ നോക്കിക്കോ. എന്താ? 3 - 7. ചില ആൾക്ക് ഇതിൻ്റെ ആൻസർ കറക്റ്റ് അറിയായിരിക്കും. നമ്മൾ റൂള് പ്രകാരം എന്താ ചെയ്യേണ്ടത്? ഈ 3 അങ്ങനെ തന്നെ ഇടുന്നു, ഈ മൈനസ് പ്ലസ് ഇടുന്നു. പിന്നെയോ ഇത് +7 ആണ് അല്ലേ? അതെന്താക്കി മാറ്റണം? -7 ആക്കി മാറ്റണം. ഈക്വൽ ടു വരും അല്ലേ? ക്ലിയർ അല്ലേ? അപ്പം എന്ത് ചെയ്യും? ഓപ്പോസിറ്റ് സൈൻ ആണ്. 7 - 3 4 ആണ്. 7ൻ്റെ സൈന് -4. അപ്പോൾ 3 - 7 എന്ന് പറഞ്ഞാൽ -4 ആണ്. ഇതാണ് എന്ത്? സബ്ട്രാക്ഷൻ്റെ റൂള്. 2 സ്റ്റെപ്പ് പ്രോസസ്സ്. ആദ്യം സബ്ട്രാക്ഷനെ മാറ്റി അഡിഷൻ ആക്കുക. പിന്നെ എന്ത് ചെയ്യുക? നമ്മൾ നേരത്തെ പറഞ്ഞ റൂള് പ്രകാരം ചെയ്യാം. സിമ്പിൾ അല്ലേ? നോക്കിക്കോ, ചെയ്തോ ചോദ്യങ്ങൾ. 6 - 2
ആൻസർ നിങ്ങൾക്കൊക്കെ അറിയാം 4 ആണെന്നുള്ളത്. പക്ഷെ നമ്മൾ പറയുന്ന സ്റ്റെപ്പ് പ്രകാരമാണെങ്കിൽ എന്താ ചെയ്യുക? 6 - 2 എന്നുള്ള ആദ്യം 6 ഈ മൈനസ് എന്ത് ചെയ്യും? പ്ലസ് ആക്കും. പിന്നെ ഇത് വെറും 2 ആണ്, അപ്പം -2. 6 + -2 എന്ന് കിട്ടും. 6 + -2 നമ്മൾ അഡിഷൻ റൂൾ പ്രകാരം എന്താ? ഇത് പോസിറ്റീവും ഇത് നെഗറ്റീവാണ്, അപ്പോൾ ഓപ്പോസിറ്റ് ആണ്. അപ്പോൾ 6 ന്ന് 2 കുറച്ചാൽ 4 ആണ്. 6ന്റെ സൈൻ 4 പ്ലസ് ആണ്. അപ്പോൾ ആൻസർ 6 - 2 4 അങ്ങനെ കിട്ടുന്നത്. ഞാൻ എന്തിനാ ചെയ്തത്? ഇത് ഇങ്ങനെ ചെയ്യണം എന്നല്ല ഞാൻ പറയുന്നത്, ആ ലോജിക്ക് എല്ലാ സ്ഥലത്തും വർക്ക് ചെയ്യും എന്നുള്ളതാണ്. ഇത് നോക്കിക്കോ, 6 - -2 എന്താണ് സംഭവിക്കുക? 6 മൈനസ് ഉള്ളത് പ്ലസ് ആക്കും, ഈ -2 + 2. അപ്പോൾ 6 + 2 ആവും. ആൻസർ 8 ആണ്. -5 - 4 എന്ത് വരും? -5 പ്ലസ് ഇത് വെറും 4 ആണെങ്കിൽ -4 ആവും. അപ്പം എന്താ? ഒരേ സൈനാണ്. ഒരേ സൈൻ ആഡ് ചെയ്യുമ്പോൾ എന്താ? രണ്ടും ആഡ് ചെയ്യുന്നു. 5 + 4 9 ആണ്. ആ കോമൺ സൈൻ ഇടുന്നു. -5 - -4 നിങ്ങളൊന്ന് സ്വന്തമായിട്ട് എഴുതേടാ. എന്താ വരിക? -5 ഈ മൈനസ് പ്ലസ് ആക്കുന്നു. അപ്പോൾ ഈ -4 എന്തായി മാറും? +4 ആയി മാറും. അപ്പോൾ ഓപ്പോസിറ്റ് സൈനാണ്. വലുതെന്ന് ചെറുത് കുറച്ചാൽ 1 ആണ്. 5 - 4 1 ആണ്. വലുതിൻ്റെ സൈൻ -1 കേട്ടോ. -5 -4 is -1. കഴിഞ്ഞടാ. സബ്ട്രാക്ഷനും കഴിഞ്ഞു, അഡിഷനും കഴിഞ്ഞു, സബ്ട്രാക്ഷൻ എത്ര മിനിറ്റാ? ഈ വീഡിയോ അടക്കം ഇൻട്രഡക്ഷൻ ഒരു 5 മിനിറ്റ് ഒക്കെ അടക്കം ആകെ 10 മിനിറ്റ് എടുത്തിട്ടുള്ളൂ. അപ്പോൾ 5 മിനിറ്റ് എങ്ങനെ ഇത് പഠിപ്പിക്കാൻ എടുത്തിട്ടുണ്ടാവില്ല അല്ലേ? ഇതുപോലെ എന്ത് ചെയ്തു തരും? ഫുള്ള് നമ്മൾ പഠിപ്പിച്ചു തരും. നിങ്ങൾ എന്ത് ചെയ്യുക? കാത്തിരിക്കുക. അപ്പോൾ എന്താ? ഇപ്പോൾ നമ്മൾ അഡിഷനും സബ്ട്രാക്ഷൻ ഈ റൂളൊക്കെ ഉണ്ടെങ്കിലും കുറേ കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുന്നതിനനുസരിച്ച് നിങ്ങൾക്ക് റെഡിയായി വരും കേട്ടോ. ഇപ്പോൾ ഉദാഹരണത്തിന് -5 - 6 ഈ സാധനം വരുമ്പോൾ നമ്മൾ 2 സ്റ്റെപ്പ് ഒന്നുമാണ്. നിങ്ങൾക്ക് ഇത് ചെയ്ത് തുടങ്ങുമ്പോൾ തന്നെ എനിക്കിപ്പോൾ എൻ്റെ മനസ്സിൽ ഇത് കത്തുന്നത് എന്താ വെച്ചാൽ 6 5 ആഡ് ചെയ്ത് 11 മൈനസ് സൈൻ ഇടുക. നിങ്ങൾ സ്റ്റെപ്പ് വൈസ് ചെയ്താൽ അത് തന്നെ ഇട്ട്. അപ്പോൾ എന്താ? വേഗം. അതേപോലെ തന്നെ 5 ± 6 അല്ലെങ്കിൽ 5 - 6 ഇതെന്താണ്? ഈ പ്ലസ് ഇതില്ല. ഈ പ്ലസ് മൈനസ് കാണുമ്പോൾ തന്നെ എനിക്കറിയാം ഇത് 5 - 6 ആണ്. ഓക്കെ, ആ ചില സ്ഥലത്തൊക്കെ ഇപ്പോൾ 5 - 6 വീണ്ടും കോംപ്ലിക്കേറ്റഡ് ഒക്കെ ചില ആൾക്കാർക്ക് ഒരിക്കലും നേരെ തിരിച്ചു ചെയ്യാം. ഇപ്പം 7 + -5 ഇത് കാണുമ്പോൾ തന്നെ എനിക്ക് പ്ലസും മൈനസാണ്, അത് മൈനസ് ആയിരിക്കും. 7 - 5 which is equal to 2 നമുക്ക് ഓടും. അങ്ങനെ ചില കാര്യങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾക്ക് ഓടണം കേട്ടോ. അതേപോലെ തന്നെ 4 - -2 ഇതെന്താണ്? ഇത് 4 + 2 ആണ്, 6 ആണെന്നുള്ള വേഗം നമുക്ക് ഓടും. അങ്ങനത്തെ ഉള്ള ചില കാര്യങ്ങൾ ചെയ്ത് ശീലിക്കുമ്പോൾ നിങ്ങൾക്ക് ഓടിക്കോളും കേട്ടോ. അപ്പം അത് ഇതൊരിക്കലും നിങ്ങൾ ബൈ ഹാർട്ട് പഠിക്കരുത്. ചെയ്ത് ഇപ്പം എന്താ? ഇപ്പോൾ 9 + 5 14 ആണ്. നിങ്ങൾക്കൊക്കെ അറിയാലേ, സെക്കൻഡുകൾക്കുള്ളിൽ. നിങ്ങളൊന്നും ആലോചിക്കുന്നില്ല, ഫിംഗർ ഒന്നും വെച്ച് നോക്കിയിട്ടില്ല. പക്ഷേ ഇത് പഠിച്ച് തുടങ്ങുമ്പോൾ നിങ്ങൾ ഫിംഗർ വെച്ച് ചിലപ്പോൾ തെറ്റിയിട്ടുണ്ടാവും. മിസ്സേ എനിക്ക് 10 ഫിംഗറേ ഉള്ളൂ, ബാക്കി കാണുന്നില്ല എന്നൊക്കെ പറഞ്ഞ് അവിടെ ബാക്കി ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞിട്ടില്ലേ? അതേപോലെ ഇതെന്താണ്? അത്രയ്ക്കും സ്മൂത്താവും. പ്രാക്ടീസ് ചെയ്താൽ മാത്രം മതി. പ്രാക്ടീസ് ചെയ്യാനുള്ള ക്വസ്റ്റ്യൻ ഇതിൻ്റെ ലാസ്റ്റ് തന്നെ തരും. ഇനി അടുത്തത് എന്താ? അഡിഷനും കഴിഞ്ഞു, സബ്ട്രാക്ഷനും കഴിഞ്ഞു. ഇനി നമുക്ക് എന്താ? മൾട്ടിപ്ലിക്കേഷനും ഡിവിഷനും. അത് വളരെ 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 സിമ്പിളാണ്. അതായത് മൾട്ടിപ്ലിക്കേഷൻ്റെയും ഡിവിഷൻ്റെയും റൂൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 2 പോസിറ്റീവ് നമ്പറുകൾ മൾട്ടിപ്ലൈ ചെയ്താൽ ഫൈനൽ, അതായത് രണ്ടും ഒരേ സൈൻ ആണെങ്കിൽ, രണ്ടും പോസിറ്റീവ് അല്ലെങ്കിൽ രണ്ടും നെഗറ്റീവ് ആണെങ്കിൽ നമ്മളുടെ ഫൈനൽ ആൻസർ പോസിറ്റീവ് ആയിരിക്കും. അതേ സ്ഥാനത്തോ ഓപ്പോസിറ്റ് സൈനുകളാണ് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുന്നതെങ്കിൽ, ഒരു പോസിറ്റീവ് നമ്പറും ഒരു നെഗറ്റീവ് നമ്പറുമാണ് മൾട്ടിപ്ലൈ ചെയ്യുന്നത്, അല്ലെ ഒരു നെഗറ്റീവും പോസിറ്റീവ് നമ്പറുമാണ് മൾട്ടിപ്ലൈ ചെയ്യുന്നതെങ്കിൽ ദ ഫൈനൽ ആൻസർ ഷുഡ് ബി നെഗറ്റീവ്. അത് മാത്രമാണ് റൂള്. അതായത് ഇപ്പം നിങ്ങൾക്ക് ഒരു 2 നമ്പേഴ്സ് തരാം. ഇത് നമുക്ക് ആദ്യം ചെയ്യാം. ഇത് ചെയ്യുമ്പോൾ നിങ്ങൾ -7 × 5 ആണെങ്കിൽ നമ്മൾ ആദ്യം എന്ത് ചെയ്യുക? സൈനുകളൊക്കെ മാറ്റി വെച്ചുകൊണ്ട് 7 × 5 എത്രയാ? 35 എന്ന് എഴുതുക. ഓക്കെ, പിന്നെ നിങ്ങൾ ചെയ്യേണ്ടത് ഇത് എന്താ സൈൻ എന്ന് നോക്കി. ഇത് ഒന്ന് നെഗറ്റീവ് ഒന്ന് പോസിറ്റീവാണ്. അങ്ങനെയാണ് നമ്മളെ ഫൈനൽ ആൻസർ എന്തായിരിക്കും? നെഗറ്റീവ്. അതായത് ഓപ്പോസിറ്റ് സൈനുകളാണെങ്കിൽ നെഗറ്റീവ് ആയിരിക്കും. ഇനി ഒരേ സൈനുകളാണെങ്കിൽ ഇവിടെ നോക്കിക്കോ, 12ഉം 5ഉം നമുക്ക് നോക്കിയാൽ 60 കിട്ടും. 12 × 5 എന്നിട്ടോ രണ്ടും നെഗറ്റീവാണ്. രണ്ടും ഒരേ സൈൻ ആണെങ്കിൽ ദ ആൻസർ ഈസ് +60 ആണ്. രണ്ടും ഒരേ സൈൻ ആണെങ്കിൽ ദ ആൻസർ ഈസ് +60 ആണ്. ഇനിയോ 12 × 5 നമ്മളെ റൂള് നോക്കി. 12 × 5 എന്തായാലും 60 ആണ്. രണ്ടും പോസിറ്റീവ് ആയിട്ട് ഇത് +60 ആണ്. നമ്മൾ പണ്ട് പഠിച്ചതും ഇത് ശരി തന്നെയാണ്. ഞാൻ ലാസ്റ്റ് 7 × 5ൻ്റെ സൈൻ എന്തായിരിക്കടാ? ഓപ്പോസിറ്റ് സൈൻ ആയതുകൊണ്ട് -35. 7 × 5 35 ആണ്. ഒന്ന് പോസിറ്റീവ് ഒന്ന് നെഗറ്റീവ് ആയതുകൊണ്ട് 35ൻ്റെത് -35 ആയിരിക്കാം. റെഡി അല്ലേ? ക്ലിയർ അല്ലേ? ഇതേ സാധനമാണ് ഡിവിഷനിലും. ഒരേ നമ്പറാണ് ഡിവൈഡ് ചെയ്യുന്നതെങ്കിൽ ഫൈനൽ ആൻസർ വിൽ ബി പോസിറ്റീവ് ആയിരിക്കും. അല്ല, ഒരേ സൈനാണ് ഡിവൈഡ് ചെയ്യുന്നതെങ്കിൽ അതേപോലെ തന്നെ ഒന്ന് നെഗറ്റീവും ഒന്ന് പോസിറ്റീവും ആണ്, അല്ലെങ്കിൽ ഒന്ന് പോസിറ്റീവ് നെഗറ്റീവ് ആണെങ്കിൽ ദ ഫൈനൽ ആൻസർ വിൽ ബി നെഗറ്റീവ്. ഇതാണ് റൂള്. ചെയ്തോ?
15 ഡിവൈഡഡ് ബൈ 3 രണ്ടും പോസിറ്റീവ് ആണ്. 15 ഡിവൈഡഡ് ബൈ 3 ഈസ് ഈക്വൽ ടു 5 ആണ്. അപ്പോൾ ആൻസർ പോസിറ്റീവാ. 20 ഡിവൈഡഡ് ബൈ 4 മൈനസ് 20 ഡിവൈഡഡ് ബൈ -4ൻ്റെ ആൻസർ എന്തായിരിക്കടാ? 20 ഡിവൈഡഡ് ബൈ 4 5 ആണ്. രണ്ടും നെഗറ്റീവ് ആൻഡ് ആൻസർ പോസിറ്റീവാ. -81 ഡിവൈഡഡ് ബൈ 9. 81 ഡിവൈഡഡ് ബൈ 9 എന്ന് പറഞ്ഞാൽ 9 ആണ്. ഒന്ന് നെഗറ്റീവ് ഒന്ന് പോസിറ്റീവ് ആണ്. സോ ദ ഫൈനൽ ആൻസർ ഈസ് -9. 72 ഡിവൈഡഡ് ബൈ -9 എന്ന് പറഞ്ഞാൽ 72 ഡിവൈഡഡ് ബൈ 9 എന്ന് പറഞ്ഞാൽ 8 ആണ്. ഒന്ന് പോസിറ്റീവ് ഒന്ന് നെഗറ്റീവ് ആകുമ്പോൾ -8 ആണ് ആൻസർ. കഴിഞ്ഞടാ, നെഗറ്റീവ് നമ്പേഴ്സ് കഴിഞ്ഞു. നെഗറ്റീവ് നമ്പേഴ്സ് ഇത്രയേ ഉള്ളൂ. ആൻഡ് നിങ്ങൾക്കുള്ള പ്രാക്ടീസ് ക്വസ്റ്റ്യൻ. ഈ ക്വസ്റ്റ്യൻ എന്ത് ചെയ്തോ, ഇപ്പം പോസ് ചെയ്തിട്ട് ഒരു നോട്ട്ബുക്ക് വെച്ചിട്ട് എന്ത് ചെയ്തോ, വേഗം ചെയ്തോ. പിന്നെ വേറൊരു കാര്യം ഉണ്ടല്ലോ, നിങ്ങൾ ഈ വീഡിയോസ് ഒറ്റയടിക്ക് കാണണമെന്നൊന്നുമില്ല. ചില കുട്ടികളൊക്കെ ഒറ്റയടിക്ക് കാണുന്നതാണ് ഞാൻ എപ്പോഴും റെക്കമെൻഡ് ചെയ്യുക. പക്ഷേ എന്താണ്, നിങ്ങൾക്ക് ഒരു സമയത്ത് മൂഡ് പോയി എന്നാണെങ്കിൽ അവിടെ പോസ് ചെയ്തിട്ട് എവിടെയെങ്കിലും റിമൈൻഡർ വെച്ചിട്ട് എന്ത് ചെയ്യുക, അടുത്ത സ്റ്റെപ്പ് പിന്നെ കണ്ടാലും മതി കേട്ടോ. അപ്പോൾ എന്ത് ചെയ്യുന്നു, പോസ് ചെയ്യുക. ചെയ്തു കഴിഞ്ഞാൽ ഇതായിരിക്കും അതിൻ്റെ സൊല്യൂഷൻ. ഓക്കെ, റൈറ്റ്. ഈ ലെവലിൽ എന്ത് 20 ചോദ്യങ്ങളാണ് നമ്മൾ ഇവിടെ. ഇതോടുകൂടി നിങ്ങൾ സെറ്റ് ആയിട്ടുണ്ടാവുന്നതാണ് എൻ്റെ ഒരു പ്രതീക്ഷ. ഓക്കെ, റൈറ്റ്.